നമസ്കാരം. പുതിയ നാഷണൽ ഹൈവേ NH-66 പണി എവിടെയൊക്കെ നടത്തിയിട്ടുണ്ടോ അവിടെയുള്ള NH-ൽ ചാരിയുള്ള സ്ഥലമുടമകൾ, പ്രത്യേകിച്ച് പാടമുടമകൾ കുടുങ്ങാൻ പോവാണ്. നിങ്ങളെ പിടിച്ച് ജയിലിലിടാനുള്ള പരിപാടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കൂരിയാട് മെനിഞ്ഞാന്ന് റോഡ് താഴ്ന്നു പോയി. ഉണ്ടാക്കിയ റോഡ് ചെളിയിൽ പൂണ്ടുപോയി. ആ ചെളി പുറത്തേക്ക് നീങ്ങി, റോഡ് അടിഭാഗം വീതി കൂടി, സർവീസ് റോഡ് പുറത്തേക്ക് പോയി. പാടത്ത് വലിയ 2 മലകളുണ്ടായി. റോഡപ്പാടെ തകർന്നു. ഇനി മുഴുവൻ പൊളിച്ചു പണിയാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വിദഗ്ധ സംഘം ഇവിടെ വന്ന് പരിശോധിച്ചിട്ട് എൻ്റെ റിപ്പോർട്ട് കിട്ടിയത് റോഡ് നിർമ്മാണത്തിൽ യാതൊരു പാകപ്പിഴവും സംഭവിച്ചിട്ടില്ല എന്നാണ്. സത്യത്തിൽ ആ ഒരൊറ്റ പ്രസ്താവനയിലൂടെ തന്നെ ഈ റോഡ് പണിഞ്ഞവർക്ക് പൈസ കൊടുക്കുമെന്നും അതിൻ്റെ കുറ്റം ബാക്കിയുള്ളവരുടെ മണ്ടയിൽ ചാരുമെന്നും തെളിയാണ്. രണ്ടാമത്തത് അതിന് കാരണമായി പറഞ്ഞത് മണ്ണ് മാറിപ്പോയി എന്നാണ്. ഇത് രണ്ടും കൂടി ചേരുന്നില്ല. മണ്ണ് മാറിപ്പോയി എന്ന് പറയുമ്പോൾ ഒരു വാർത്ത കേട്ടു, സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള മണ്ണ്, പാടത്തുള്ള മണ്ണ് സൈഡിലേക്ക് തെന്നി മാറിയപ്പോൾ സർവീസ് റോഡും കൂടെ പോയി, അല്ല മണ്ണ് അങ്ങോട്ട് കയറി എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ റോഡിൻ്റെ 2 സൈഡിലും പാടമാണ്. ആ പാടത്തിൻ്റെ ഉടമകൾ ഇനി ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അവരുടെ ഭാഗത്തുള്ള മണ്ണിനോട് പറഞ്ഞിട്ട് കേട്ടില്ല, അനങ്ങരുത് എന്നവർ പറഞ്ഞില്ല, വിലക്ക് കൊടുത്തില്ല, നോട്ടീസ് വെച്ചില്ല. അതിൻ്റെ അനുസരണ കാണിക്കാതെ മണ്ണ് നീങ്ങിക്കൊടുത്തത് കൊണ്ടാണ് മറ്റു ഭാഗത്തുള്ള മണ്ണ് അങ്ങോട്ട് ഇടിച്ചു കയറിയത് എന്നുള്ള ഗതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോണത്. ഈ പാടത്ത് മണ്ണിട്ട ശേഷം ഓരോ ലെയറായിട്ട് അത് ഉറപ്പിച്ചിരുന്നുവെങ്കിൽ ആ സമയത്ത് തന്നെ അടിയിലുള്ള ചെളി പുറത്തേക്ക് പോയേനെ. ഉറച്ച ഭൂമിയിലേക്ക് അപ്പോൾ തന്നെ ഈ നല്ല മണ്ണ് ഉറച്ചിരുന്നേനെ. എന്നാൽ ഈ വിഷയം ഇത്ര പെട്ടെന്ന് വരില്ലായിരുന്നു എന്ന് പറയാൻ പറ്റൂല, പെട്ടെന്ന് വരില്ലായിരുന്നു. കാര്യം പിന്നീട് വെള്ളക്കെട്ടുണ്ടാകുമ്പോഴും അടിയിൽ ഇത്രയധികം വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടും ഭാവിയിൽ ഒരുപക്ഷെ 4-5 വർഷങ്ങൾക്ക് ശേഷം ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. ഇത്ര പെട്ടെന്ന് വരില്ലായിരുന്നു. പക്ഷേ ഈ ചെളിയുടെ മുകളിൽ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി മണ്ണുകൾ കൊണ്ട് തട്ടിയിടുന്നു, നിരത്തിയിടുന്നു, വീണ്ടും ഇടുന്നു, വീണ്ടും നിരത്തിയിടുന്നു. ഏറ്റവും മുകളിൽ മാത്രം റോളർ ഒന്ന് ഓടിക്കുന്നു, എന്നിട്ട് ടാർ ചെയ്യുന്നു. ഈ ടാറിലൂടെ വെള്ളം അടിയിലേക്ക് ഊർന്നിറങ്ങില്ല എന്ന് ഒരുപക്ഷെ അവർ കരുതിയിട്ടുണ്ടാകും. അതാണ് അവിടെ സംഭവിച്ചത്. അതായത് അവിടെ ശാസ്ത്രീയമായ നിർമ്മാണമല്ല നിർമ്മിച്ചത്. അവിടെ റോഡ് നിർമ്മിക്കേണ്ടത് എങ്ങനെയാണോ അതിൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ല. ചളി നീക്കം ചെയ്തിട്ടില്ല, പില്ലർ കൊടുത്തിട്ടില്ല, അടിയിൽ പൈലിംഗ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കാനുള്ള യാതൊരു പരിപാടിയും ചെയ്തിട്ടില്ല. ചെളിക്കെട്ടിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് മണ്ണിട്ടിട്ട് ആ മണ്ണിൻ്റെ മുകളിൽ ടാർ ചെയ്തിട്ട് അതിൻ്റെ 2 സൈഡും പടുത്തും വെച്ചിട്ട് മണ്ണ് ലോഡ് വന്നപ്പോൾ മണ്ണ് നീങ്ങിപ്പോയി, അടിയിൽ നീങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് സമീപത്തെ പാടക്കാരെ അല്ലെങ്കിൽ അവിടുത്തെ പറമ്പുകാരെ കുറ്റം പറയുമ്പോൾ എന്താണ് ചെയ്യുക? ഇതിനെന്തൊക്കെയാണ് മറുപടി പറയുക? വന്ന് നോക്കിയൊരു പ്രഥമ ദൃഷ്ടിയ ഈ പറഞ്ഞതിൻ്റെ അടിയിലെ മണ്ണ് നീങ്ങിയതാണ് കാരണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ റോഡ് നിർമ്മാണത്തിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് ശരിയാകുക? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് എഴുതി. റോഡ് നിർമ്മാണം കൃത്യമായിരുന്നുവെന്നും ഇത് ഇടിഞ്ഞു പോകുന്നത് അതിനടിയിലുള്ള മണ്ണ് നീങ്ങിപ്പോയത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നും ഈ പൊളിച്ചിലുണ്ടായതെന്നും അങ്ങനെ നീങ്ങിപ്പോയ മണ്ണിൻ്റെ ഉടമസ്ഥർ ഇനി അകത്ത് പോകേണ്ടി വരുമെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ എന്തപ്പോൾ പറയുക? സമീപത്തുള്ള പറമ്പുകാരാണ് കുറ്റം. കാരണം അവരുടെ പറമ്പിലേക്ക് ഇതിൻ്റെ അടിയിലുള്ള മണ്ണ് കയറിപ്പോയത് കൊണ്ടാണ് റോഡ് തകർന്നത് എന്ന്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ NH-66 സൈഡിൽ പാടങ്ങളുള്ളവർ അവരവരുടെ മണ്ണ് ആ മണ്ണിനോട് കൃത്യമായി പറയണം. വേണമെങ്കിൽ 2 അടി കൊടുത്തിട്ട് അവരോട് പറയണം, ആ മണ്ണിനോട് പറയണം, 1 അടി അനങ്ങരുത്, 1 ഇഞ്ച് അനങ്ങരുത്. നാഷണൽ ഹൈവേ പലതും ചെയ്യും, അതിൻ്റെ അടിയിലുള്ള മണ്ണ് പലതും ഇങ്ങോട്ട് വരും, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്, ഒരു കാരണവശാലും 1 ഇഞ്ച് പോലും അനങ്ങരുത് എന്ന് കർശനമായി നിർദ്ദേശം കൊടുക്കണം. കാരണം ആ മണ്ണ് നിങ്ങളുടേതാണ്, നിങ്ങളുടെ ഭാഗത്താണ് ഫാൾട്ട്. അത് ഉള്ളിലേക്ക് നീങ്ങി വരാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. Different angles. Don't forget to subscribe and support this channel.